നേരെ ഓപ്പോസിറ്റ്. അതാണ് നമ്മൾ കണ്ടക്ട്. ശരിയാ ശരിയാ. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പക്ഷേ പേര് ശ്രീഭദ്ര. അവിടെ കല്യാണി വഴിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പുച്ഛമായിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ്. അതെ, ടൂറിസ്റ്റ് ബസ്സിനെ പ്രൈവറ്റ് ബസ് ആക്കിയതാണ് ഗൈസ്. ഇല്ല, 4 സീറ്റുള്ള ബസ്. അത് ഇത്ര ജോലി പോകും. റോഡിൽ സ്ഥലമില്ല. ഞാനിതൊന്നും അറിയുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പൊ കാണാനും ഇല്ല ഗൈസ്. അജേച്ചി പറഞ്ഞു. അതെ അതെ അതെ, അവളോട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ വയ്യ. ഇപ്പൊ ജാനിനെ കാണാൻ നമുക്ക് ഒരു സാരി ഇരിക്കുന്നു. ഒരു സാരി എന്റെ ടീം മെമ്പറാണ്. എന്റെ ടീം മെമ്പറാണ് ഇവൾ. പ്രൊജക്റ്റിന് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ അരുവിക്കുഴി പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കോഴഞ്ചേരി വണ്ടി കയറി. കോഴഞ്ചേരി വണ്ടിയിൽ നമ്മൾ തടിയൂര് കയറി. ഇപ്പോൾ നമ്മൾ അരുവിക്കുഴി പോവുകയാണ് ഗായ്സ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ബിസിനസ് തുടങ്ങാമായിരുന്നു. നമ്മൾ അരുവിക്കുഴിയിലോട്ട് പോവുകയാണ് ഗായ്സ്. അതെ, ഈ ഒരാൾ കാണുന്നില്ല. ഓക്കെ, ഇത് ഇവളുടെ ഡ്രസ്സാണ് ഗൈസ്. അതെ, അത് ജാനിന്റെയാണ് ഗൈസ്. ജാൻ അങ്ങനെ മറ്റുള്ളവരുടെ ഡ്രസ്സ് ഇടാനോ അതിനൊന്നും താല്പര്യമില്ലാത്ത കുട്ടിയാ. നമ്മൾ എവിടെയാ പോകുന്നത്? അരുവിക്കുഴി. ഗ്രേസിന്റെ ഡ്രസ്സാണോ? ഓ, ഗ്രേസിന്റെ വിചാരാ. ഇനി എങ്ങോട്ടാണ്? ഓക്കെ, അവിടൊക്കെ ആൾക്കാർ നോക്കുന്നു. അത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മയാണ്. എന്റെ ചുണ്ടിലിപ്പിലുണ്ട്. എന്റെ ചുണ്ടിലില്ല. തിരിച്ചു പോകാനും പറ്റത്തില്ല. ഇത്ര ആയിരുന്നു. ഇപ്പൊ ഇതിനകത്ത് നോക്കിയപ്പോഴാ കണ്ടത്. ഇരിക്കുവായിരുന്നു. അതെ, നിങ്ങൾ ജാൻമണിയെ കണ്ടുപിടിക്കണം. നാച്ചുറൽ ബ്യൂട്ടി. കുപ്പിയൊക്കെ പിടിച്ചോണ്ട് നടക്കുകയാണ്. കുപ്പി കുഞ്ഞിനെയൊക്കെ എടുക്കുന്നത്. അതാ ആ വീട്ടിൽ ചെന്നാലും അവരുടെ ഷവർ ഓണാക്കി ആരംഭിക്കും. ഓ, ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല ഗായ്സ്. കേട്ടില്ലൂടെ ശുദ്ധഹാസ്യം? ആ വീട് ഷവർ അരികുഴി. ഓ, കാടും മലയും താണ്ടി നമ്മളത് ഇങ്ങോട്ട്. കല്ലും മുള്ളും താണ്ടി എങ്ങോട്ട്? അരുവിക്കുഴി. യെസ്, ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷേ വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ വീട്ടുകാർ കാണത്തില്ലേ? If my mummy കാണൽ I delete her. എന്റെ ചേച്ചിയും കുത്തിയിരുന്ന് കാണും ഗൈസ്. നമ്മൾ ഇതിനെ സ്റ്റോറി ഒക്കെ ഇടുന്നതായിരിക്കും. തൊഴുന്ന സാധനമാണ് ഇവര് പറയുന്നത് ഗൈസ്. അത് ഒരു ഇല പോലെ ഉണ്ട് കാണാനേ. ഓക്കെ ഗൈസ്, ബാക്കി ഇത് നിങ്ങൾ ഈ പൂ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഈ പൂ നാക്കി വെച്ച ഒരു തരിതരിപ്പാണ് ഗൈസ്. ഇല്ല, ഒരു മൊട്ട് പോലൊരു സാധനം ഉണ്ട്. ആ സാധനം പല്ലിന്റെ ഇടയ്ക്ക്. അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞ തരിതരിപ്പാണ് നാക്കി വെച്ചാൽ. പാട്ട് കേട്ടിട്ടില്ല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും എല്ലാവരും. യെസ്, ഇന്നത്തെ സ്പെഷ്യൽ ഈ സമയത്ത് കഴിക്കുന്നതല്ലേ. അപ്പൊ ആരും കാണത്തൊന്നുമില്ല. ഓക്കെ, നമ്മൾ ചെന്നുകൊണ്ടേയിരിക്കുന്നു. അതെ 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 അതെ. ലക്ഷ്മിയുടെ മൈക്കൊക്കെ ഉണ്ട്. എത്താറായില്ല. അല്ലെ, നമ്മൾ എത്താറല്ല. ഓ, നമുക്ക് സീനിയേഴ്സിനെ അനുസ്മരിക്കാൻ എന്താ കണ്ട ഇതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ നാട്ടുകാരോർക്ക് എനിക്ക് പറ്റാന്ന് വരുന്നു. ഏതൊരു ഭാഷയാണ് ഗായ്സ്.
ഇതുവഴിയുള്ള സ്ഥലത്തൂടെ അടി ഇതില് പോകുന്നത് മറ്റേ ചുട്ടിപ്പാറയല്ലോ. വെള്ളത്തിന്റെ ശബ്ദം കേട്ടു. തോടിൽ കൂടെ നടന്നു പോകാനോ? അല്ലയാടി മറ്റേ സിനിമക്കകത്ത് തോട്ടിലിറങ്ങാം. എലിഫന്റ് ചാണകം ഒക്കെ ഉള്ള സ്ഥലം. ഡ്രസ് കൂടിയിട്ടേക്കുന്നു. ലക്ഷ്മി അതെടുത്തോ. ഒന്നും നോക്കണ്ട, നമുക്ക് മേടിക്കാം. ലക്ഷ്മി ഹെൽമെറ്റും ചിക്കൻ റെയിൻകോട്ടും എടുത്തു. ഇവിടെ നിന്ന് നല്ല ഫോട്ടോ ഇടുന്നല്ലേ ഇത്. നിക്ക ഗായ്സ്, ഇവിടെ കൊടുങ്കാറ്റാണ് ഗായ്സ്. ഇവര് പറന്നു പോകുക സംശയമുണ്ട്. ജാൻമണിയെ താങ്ങി നിന്ന് ഇവർ നിൽക്കുകയാണ്. ഞാൻ പറന്നു പോകില്ല ഗായ്സ്, ഈ കാട്ടിൽ എന്നെ അറിയാം. നമ്മൾ ഇതുവരെ ഇവിടെ ആയതേ ഉള്ളൂ ഗായ്സ്. നമ്മൾ ഒന്നും ആയില്ല. കുപ്പിയാ. നമ്മളിനി കാടും മലയും താണ്ടി പോകണം ഗായ്സ്. വെള്ളം കുടിക്കുന്ന സീനാണ് ഗായ്സ് ഇത്. പുണ്യമൃതമായ വെള്ളം അവർ കളയുകയാണ്. ഇതാണ് വെള്ളം കളയുന്ന സീൻ. ഇങ്ങനെ നടന്ന ഇപ്പോഴൊന്നും എത്തത്തില്ല. ഞാൻ കാണിച്ചു പിന്നില്ലേ. ആ 2-3 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു മണ്ണാണ് ഗായ്സ്. ഗായ്സ്, ഈ മണ്ണപ്പിള്ളേർ ഇങ്ങനത്തെ ഒന്നും വീട് കണ്ടിട്ടില്ല. ഇവരൊക്കെ സിറ്റി വളർന്ന പിള്ളേരാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ ടോക്ക് കണ്ടപ്പോ പിന്നെ എറണാകുളമൊക്കെ മാറി നിൽക്കും. നമുക്ക് നോക്കാം കണ്ണിലെന്താ പോയി. തുപ്പി തന്നു കണ്ടോ. അതെ, പിന്നല്ല, നമ്മള് സിഗുമയാണ്. അത്രേ ഉള്ളൂ. ഗായ്സ്, മുരിപ്പേരെ സജീവിന്റെ മോൾ അരിക്കുഴി പോയി നമ്മളെല്ലാവരും അറിയിക്കുകയാണ്. എനിക്കിത് എവിടെ നിന്നാ കിട്ടിയത് പറ. അല്ല, അയ്യോ ആണോ ശിഖ എടുക്കുന്ന. അവൾ ഉദ്ദേശിച്ച കോളാ ഉദ്ദേശിച്ചത്. നിങ്ങളൊക്കെ ഉദ്ദേശിച്ചത്. ഞങ്ങളോർത്ത് നീ ഇങ്ങനെ വളച്ച സീന്നൊക്കെ. നീ നടുക്കിരിക്കോ. നമുക്ക് മറ്റേ 4 people 4 people പോസിങ് അതൊക്കെ വീഡിയോ എടുക്കാം. നമ്മളിത് എടുത്തില്ല. യെസ്, തോട്. ഞാൻ ആദ്യമായിട്ടാണ് തോടിന്റെ ലൈഫിൽ കാണുന്നത്. ഞങ്ങൾ സിറ്റിക്ക് തോടില്ല, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലാണ് കുളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ്. ഇതിങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ എടുക്കും. അതെ ഗായ്സ്, എല്ലാവരും അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഗായ്സ് അരിക്കുഴി. നിങ്ങൾ നേരിട്ട് കാണണം. അതെ ഗായ്സ്, ഇവിടെ നമ്മുടെ ഭാഗ്യത്തെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അരിക്കുഴി ഭയങ്കര ക്രൗഡാണ്. അതെ, നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ആൾക്കാരുണ്ട്. എന്നാൽ നമുക്ക് സാരമില്ല, നമുക്ക് ആ പാറയിൽ പോയി ഇരിക്കാം. നമ്മൾ ആ പാറയിൽ നിന്നിട്ട് സിനിമാപ്പൂഞ്ചി എടുക്കുന്നതായിരിക്കും. അതെ ഗായ്സ്, നമ്മുടെ എഡിറ്റർ, വീഡിയോഗ്രാഫർ എല്ലാം നമ്മുടെ പേരുണ്ട് ജാൻമണി. പിന്നെ ജാൻമണിക്ക് പ്രത്യേക സാഹചര്യം കാരണം ഇറങ്ങാൻ വയ്യ. കാരണം വഴുക്ക് ഗൈസ് അവളുടെ വീട്ടിലിടെ ദേശമായിരുന്നു. പുറത്തിടുന്ന ടോപ്പ് തന്നെ ആയിട്ടൂടെ നനയും. അവൾ വേറെ ടോപ്പ് എടുത്തില്ല, അതുകൊണ്ടാണ് ഓക്കെ.
ഗായ്സ് നമ്മൾ അരുവിക്കുഴിയിൽ നനയത്തില്ലെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഫോട്ടോ സെക്ഷൻ കാരണം നമ്മൾ നനഞ്ഞു. നമ്മുടെ ഫോട്ടോഗ്രാഫർ നനഞ്ഞിട്ടില്ല. അത് ഒക്കത്തില്ല, രസമില്ല. എടി നീ അവിടെ ഫോൺ വാങ്ങിച്ചിട്ട് അരിക്കുഴിയിൽ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്. ഞാൻ ഇവിടെ നേരെ വീണതേ ഉള്ളൂ. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ്. കൈയൊന്നും മുറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതെ, ഇല്ല, കൈയൊന്നും മുറിഞ്ഞിട്ടില്ല ഗായ്സ്. ഇപ്പോൾ വേദനയില്ല. നാളെ ഞാൻ ഒന്തി വരുമ്പോൾ എല്ലാവരും ചോദിക്കേണ്ടതാണ്. ഞാൻ മോഹൻലാൽ ഫാനാ. അവൾ കോച്ചി പിടിച്ചിട്ടിരിക്കുകയാണ് ഗായ്സ്. കാലനക്കാൻ വയ്യാതെ വിദ്യാർത്ഥിനിയാണ് അവൾ. കൈ മുറിഞ്ഞ് ചോര വന്നു. അതെ, ഞാനാണ് വീണെങ്കിലും അവളുടെ കൈയാണ് മുറിഞ്ഞത്. അതാണ് സോൾമേറ്റ് അറ്റാച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പഠിപ്പിന്റെ വ്ലോഗ്. അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു. നേരെ മതി ഉള്ള ചിറാപ്പുഞ്ചിയൊക്കെ മതി. അതെ, എനിക്ക് പിടിയൊന്നുമില്ല. നാളെ മിക്കവാറും പനിയൊക്കെ ആയിരിക്കും. പനിയായിരിക്കും. അതേ കാഴ്ച ഞങ്ങൾ നാളെ കോളേജിൽ ഭയങ്കര ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ്സില്ലേ? എനിക്ക് ഞാനും വീണു. എനിക്കിനി പറ. 1 2 3 പഠിപ്പിന വ്ലോഗ് പ്രസന്റ്. പഠിപ്പിന വ്ലോഗ് പ്രസൻസ് അരിക്കുഴി.